Seas Ministries. கர்த்தர் சீயோனிலிருந்து உன்னை ஆசீர்வதிப்பார். நீ ஜீவனுள்ள நாளெல்லாம் எருசலேமின் வாழ்வை காண்பாய். சங்கீதம் 128:5. The Lord shall bless thee out of Zion, and thou shalt see the good of Jerusalem all the days of thy life. Psalms 128:5. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் ஹூ சீஸ் மினிஸ்ட்ரீஸ் மூலமாக ஒவ்வொரு நாளும் தேவ செய்தியை கேட்டுக்கொண்டிருக்கிற தேவ பிள்ளைகள் யாவரையும் வாழ்த்துகிறேன். இந்த 11வது மாதத்தில் தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் உங்களோடும் உங்கள் குடும்பங்களோடும் என்றென்றும் நிறைவாய் தங்கியிருப்பதாக. இந்த வருடத்தின் முதல் 10 மாதங்களை கடந்து 11வது மாதத்திற்குள் பிரவேசிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். இன்றளவும் தேவனாகிய கர்த்தர் நம்மை ஆசீர்வதித்து நடத்தி வருகிறார். இனியும் நம்மையும் நம் குடும்பங்களையும் ஆசீர்வதிக்க அவர் உண்மையுள்ளவராயிருக்கிறார். கர்த்தருடைய வார்த்தையை நாம் எந்த அளவுக்கு நம்பி வருகிறோமோ அந்த அளவுக்கு அதனுடைய பலனை நம்முடைய வாழ்க்கையிலே காணப்போகிறோம். அநேக தீங்குகள், வித்தியாசமான சூழ்நிலைகள், பிரச்சனைகள், தேவைகள் என்று எது நம்மை நெருக்கி வந்தாலும் நாம் அவை எல்லாவற்றையும் இந்த மாதத்திலே ஜெயிக்க போகிறோம். இதை விசுவாசித்து தேவனுடைய வார்த்தையை நம்பி அவருடைய இரக்கத்தையும் சமாதானத்தையும் பெற்று நாம் ஆசீர்வாதமாய் வாழ தேவனாகிய கர்த்தர் விரும்புகிறார். கர்த்தர் தாமே நம்மையும் நம் குடும்பங்களையும் இந்த மாதம் முழுவதும் பாதுகாத்து ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാഡ് ഹൂ സീസ് മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനമുള്ള ഡോക്ടർ തോമസ് സാർ തന്നോടുകൂടെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരും, പ്രത്യേകാൽ ഈ ദൈവ വചനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നല്ല ഒരു മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ്. നല്ല മനോഭാവം ഉള്ളവരെ ദൈവം കൈവിടത്തില്ല. വിശുദ്ധ ബൈബിളിൽ വിവിധ മനോഭാവക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം പറഞ്ഞതിനോട്, ദൈവീകമാകുന്ന പദ്ധതിയോട് പല വിധത്തിൽ പ്രതികരിച്ചവരുണ്ട്. പോസിറ്റീവായിട്ട്, അനുകൂലമായിട്ട്, നെഗറ്റീവായിട്ട്, വിപരീതമായിട്ട് അതിനോട് പ്രതികരിച്ചവരുണ്ട്. എന്നാൽ ദൈവം ആവശ്യപ്പെടുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സാധ്യതകൾ നമുക്കനുകൂലമല്ല അത് ഇരിക്കുമ്പോഴും പറഞ്ഞത് ദൈവമാണ്, കേട്ടത് ദൈവവചനമാണ്, അതിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അതിനെ അനുസരിച്ചവരുടെ ജീവിതത്തിൽ ദൈവം
അവരെ ഉയർത്തിയതായിട്ടും അവരെ മാനിച്ചതായിട്ടും അവരെ കരുതിയതായിട്ടും തിരുവചനത്തിൽ നമുക്ക് അനേക ദൃഷ്ടാന്തങ്ങൾ കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ദൈവവചനങ്ങളെ വായിക്കുമ്പോൾ യെരുശലേമിലെ ബെഥസ്ത എന്ന കുളത്തിൻ്റെ കരയിൽ 38 വർഷമായിട്ട് ഒരു മനുഷ്യൻ കിടക്കുകയാണ്. കുളത്തിൻ്റെ കരയിൽ ഇവൻ കിടക്കുന്നത് കുളത്തിലെ വെള്ളം ദൈവത്തിൻ്റെ ദൂതൻ വന്നിളക്കും. അപ്പോൾ ആദ്യമിറങ്ങുന്നവർക്ക് സൗഖ്യമുണ്ടാകും. കഴിഞ്ഞ 38 വർഷമായി ഈ മനുഷ്യനോട് കിടക്കുകയാണ്. വെള്ളം ഇളങ്ങുമ്പോൾ അവനു മുമ്പായി പലരും പോയി ഇറങ്ങി സൗഖ്യമുള്ളവരായി മടങ്ങിപ്പോകുന്നു. ഇവൻ ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. യേശു അവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 6-ാം വാക്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിന്റെ യഥാർത്ഥമായിരിക്കുന്ന മനോഭാവം എന്താണ്? ഇനിയും ഒരു ഉയർച്ചയില്ല, ഇനി ഒരു സൗഖ്യമില്ല. കഴിഞ്ഞ 38 വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ്. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരും എന്നാണോ നിന്റെ മനോഭാവം? അതോ ഇവിടെ നിന്നും നിനക്ക് സുഖമുള്ളവനായി സൗഖ്യമുള്ളവനായിട്ട് എനിക്ക് പോകാൻ കഴിയും എന്നതാണോ നിന്റെ മനോഭാവം? ഇന്ന് നമ്മോട് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. കഴിഞ്ഞ ഏറിയ വർഷങ്ങളായിട്ട് പലരുടെയും ഉയർച്ചകൾ കണ്ടു, പലരുടെയും സൗഖ്യം കണ്ടു, പലരുടെയും അനുഗ്രഹങ്ങൾ കണ്ടു. എന്നാൽ ഇത് കാണുവാനല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇത് അനുഭവിക്കുവാൻ എനിക്ക് കഴിയാതെ വണ്ണം ഞാൻ ഇരിക്കുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ തീർന്നു പോകും എന്നുള്ള ചിന്തയാണോ എന്നെ കേൾക്കുന്ന സ്നേഹിത നിൻ്റേത്? അങ്ങനെയാണെങ്കിൽ യേശു ഇന്ന് നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ, നിന്റെ രോഗത്തിന് സൗഖ്യം തരുവാൻ, നിന്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ മാറ്റം വരുവാൻ, നിന്റെ തലമുറകളുടെ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും കാണുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമുണ്ടാകുവാൻ, ഇന്നുവരെയും ഉണ്ടാകാത്ത ദൈവിക ആശ്വാസമുണ്ടാകുവാൻ എൻ്റെ കർത്താവിന് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് നടക്കുമെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? അവനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കാത്ത വഴികളിൽ കൂടെ നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന സർവശക്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ചിന്തിക്കുന്ന വഴി കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ ഇറങ്ങിയാൽ മാത്രമേ സുഖമാകത്തുള്ളൂ എന്നാണ് നീ ചിന്തിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായി നിന്നിൽ കൂടെ എൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ എനിക്ക് കഴിയും എന്ന്, അതിന് നിനക്ക് അതെ സുഖമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ നല്ല നേരത്ത് എന്നെ കേൾക്കുന്ന സ്നേഹിത, പ്രിയ മാതാവേ, പിതാവേ, പറയുവാൻ സാധിക്കുമോ? എനിക്ക് മനസ്സുണ്ട്, നീ സർവശക്തനാകുന്ന ദൈവമാണ്. വിശുദ്ധനാകുന്ന ലൂക്കോസ് സുവിശേഷകൻ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളെ വായിക്കുമ്പോൾ, പത്രോസ് ഒരു ദിവസം രാവിലെ ഗലീലാക്കടലിൻ്റെ തീരത്ത് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുഖത്ത് നിരാശയുണ്ട്. രാത്രി മുഴുവൻ ഗലീലാക്കടലിൽ വല വീശിയിട്ടൊന്നും കിട്ടാതെ ഒഴിഞ്ഞ വലയുമായി കഴുകി പടകിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ യേശു തമ്പുരാൻ അവൻ്റെ പടകൽപ്പസമയം ദൈവവചനം പ്രസംഗിക്കുവാൻ, തനിക്കിരിക്കുവാൻ
അവൻ്റെ പടകിനെ ചോദിക്കുന്നു. അവൻ കൊടുക്കുന്നു. വചനപ്രസംഗം കഴിഞ്ഞ് യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവീൻ. പത്രോസ് അവിടെ പറയുന്ന വാക്കിതാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയില്ല. കാരണം ഈ രാവിലെ സമയം മീൻ കിട്ടുവാനുള്ള സാഹചര്യമില്ല. പത്രോസിന് ഗലീലാക്കടലിൻ്റെ ആഴമറിയാം, ഗലീലാക്കടലിനെ അറിയാം, മീൻ്റെ വരവും പോക്കും ദിശകളും അറിയാം. എന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു തച്ചൻ്റെ മകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നസറേത്തുകാരനാകുന്ന ഈ യൗവനക്കാരന് എന്തറിയാം? എങ്കിലും പത്രോസ് യേശുവിൻ്റെ വചനം, തൻ്റെ പടകിലിരുന്നു കൊണ്ട് അവൻ പറഞ്ഞ വചനം കേട്ടപ്പോൾ പത്രോസിനൊരു തിരിച്ചറിവുണ്ടായി. ഈ പറയുന്ന മനുഷ്യൻ അസാധാരണക്കാരനാണ്. അതുകൊണ്ട് പത്രോസ് അവിടെ പറയുന്ന വാക്കിതാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പത്രോസിൻ്റെ മനോഭാവത്തെ കണ്ടോ? സാഹചര്യമില്ലാതെ ഇരുന്നിടത്ത് യേശുവിൻ്റെ വാക്കിൻ്റെ മുന്നിൽ പത്രോസ് അവിടെ വലയിറക്കിയപ്പോൾ നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്, വലിയ മീൻകൂട്ടം അവിടെ ലഭിച്ചു. നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ കഴിവോ അറിവോ പരിശ്രമമോ അധ്വാനമോ കൊണ്ട് ഇതുവരെയും ഓടിയിട്ട് ശൂന്യമായിരിക്കുന്നു. പരാജയപ്പെട്ടവനോട് യേശു പറയാണ്, നീ എൻ്റെ വാക്ക് കേൾക്കേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, ഞാനല്ലാതെ ഒരു ദൈവം ഇല്ല, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ സർവശക്തനാണ്. എൻ്റെ വാക്കിന് മുന്നിൽ നിന്റെ മനോഭാവം എന്താണ്? 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1 വാക്യം മുതലും 6-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 6-ാം രാജാവായ ബെൻഹദദ് ശമരിയ പട്ടണം ഉപരോധിച്ചു. ശമരിയ പട്ടണത്തിലുള്ളവർക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. കൊടിയ ദാരിദ്ര്യം ശമരിയ പട്ടണത്തിൻ്റെ അകത്തായി. സ്വന്തം മക്കളെ പോലും പുഴുങ്ങി തിന്നുന്ന മാതാക്കൾ അവിടെ ഉണ്ടായി എന്ന് ആ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ചിന്തിക്കുക, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? പെറ്റ മക്കളെ പുഴുങ്ങി, വിശപ്പടക്കുവാൻ കഴിയാതെ പുഴുങ്ങിയെത്തുന്ന ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഏലീശ എന്ന പ്രവാചകൻ ചെന്ന് ശമരിയ പട്ടണത്തോട് വിളിച്ചു പറയുകയാണ്, നാളെ ഈ നേരത്ത് ശമരിയായുടെ പടിവാതുക്കൽ ഷേക്കലിന് 1 സയ ഗോതമ്പും ഷേക്കലിന് 2 സയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മാനുഷികമായിട്ടൊരിക്കലും വിശ്വസിക്കുവാൻ കഴിയത്തില്ല, ഒരിക്കലും സാധ്യമല്ല. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ശമരിയായുടെ പട്ടണത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. നാളുകളായിട്ട് 6-ാം രാജാവ് ബന്ധിച്ച് പുറത്ത് കടക്കുവാൻ കഴിയാതെ അടക്കി അകത്തേക്ക് പോകുവാനോ അകത്തൊന്നും പുറത്തേക്ക് വരുവാനോ കഴിയാതെ വണ്ണം ഉപരോധിച്ച് ബന്ധിച്ച് ദാരിദ്ര്യം കൊടികുത്തിവാണ് സ്വന്തം മക്കളെ പുഴുങ്ങിത്തിന്നുകൊണ്ട് കിടക്കുന്ന ഒരു ജനത്തോട് ദൈവത്തിൻ്റെ പ്രവാചകൻ വിളിച്ചു പറയുക, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടും. ഇത് കേട്ടുനിന്ന രാജാവിൻ്റെ അകമ്പടി നായകൻ പറഞ്ഞ അവൻ്റെ മനോഭാവം ഇതാണ്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ? ദൈവം തമ്പുരാൻ ആകാശത്ത് നിന്ന് കിളിവാതിലുണ്ടാക്കി ഗോതമ്പ് യവവും ഇങ്ങോട്ട് വിറ്റാലും അത് 1 ഷേക്കലിന് യവവും 2 ഷേക്കലിന് ഗോതമ്പും വിൽക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം സാഹചര്യം അതാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ശമരിയ പട്ടണത്തിന് പുറത്തു കടന്ന 2 കുഷ്ഠരോഗികൾ തമ്മിൽ പറഞ്ഞു, നാം പട്ടിണി മൂലം പട്ടണത്തിന് പുറത്തു കടന്നാൽ മരിക്കും, അതുകൊണ്ട് 6-ാം പാളയത്തിലേക്ക് ചെല്ലാം.
അവിടെ ചെന്നാലും ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. അവർ ചെന്നപ്പോൾ അവിടെ കാണുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തി. ആരാം പാളയം ശൂന്യമായിരിക്കുന്നു. അവർ വേണ്ട പോലും തിന്നു കുടിച്ചു, പട്ടണത്തിൽ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ പ്രവാചനയിൽ കൂടെ ദൈവം പറഞ്ഞത് നടന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പറഞ്ഞത് ദൈവമാണെങ്കിൽ സാഹചര്യമല്ല, ദൈവമാണ് വലുതെന്ന് നാം തിരിച്ചറിയുക. പിറ്റേനാൾ ആ 24 മണിക്കൂറിനുള്ളിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അതേ ഷേക്കലിന് 1 സെയാ ഗോതമ്പും ഷേക്കലിന് 2 സെയാ യവവും അവിടെ വിൽക്കപ്പെട്ടു. എന്നാൽ അത് അവിശ്വസിച്ച അകമ്പടി നായകനെ ജനം തിക്കിത്തിരക്കി ചവിട്ടിക്കൊല്ലുവാനായിട്ടിടയായി തീർന്നു. അതെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നാം ചെയ്യുന്നതൊക്കെയും കർത്താവിന് വേണ്ടിയാണെന്നുള്ള ചിന്തയോടെ നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുക. നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? അതിൽ ദൈവം വിശ്വസിക്കുന്നു. അതേ, അതിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, അസാധ്യങ്ങളുടെ മധ്യേ ദൈവം കാര്യം സാധിച്ചു തരും. വിശ്വസിക്കുക. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇത് വിശ്വസിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരട്ടെ. ആമേൻ. சென்று காரத்தின் மகிமையால் அழைத்து
அக்கினியாய் மாற்றிடுதே. சேட்டையின் நிழல்தானில் அமரச் செய்து உமது அன்பை உணரச் செய்யும். சேட்டையின் நிழல்தானில் அமரச் செய்து உமது அன்பை உணரச் செய்யும். புது வல்லமை பலன் என்னில் தந்து இன்னும் உமக்காய் எழும்ப செய்யும். புது வல்லமை பலன் என்னில் தந்து இன்னும் உமக்காய் எழும்ப செய்யும். வானக்காரம் மூடிடுதே. யாத்திரை 33 அதிகாரத்தில் வேதம் சொல்லுகிறது, கண்மலையிலே என் அண்டையில் ஒரு இடம் உனக்காய் காத்திருக்கிறது என்று சொல்லி என்னோடு கூட ஆராதிக்கிறதான தெய்வ பிள்ளையே, ஒருவேளை உலகத்தால் கைவிடப்பட்டு நிராகரிக்கப்பட்டு உன் சொந்தங்களால் புறக்கணிக்கப்பட்டு ஆண்டவரே நாங்கள் யாரிடத்தில் போவோம் என்கிற ஏக்கத்தோடு நீ ஆராதிப்பாயானால் உனக்கான ஒரு இடம் காத்திருக்கிறது. அதுதான் அவருடைய வலக்கரத்தினால் மூடுகிற தேவ பிரசன்னம். அந்த பிரசன்னத்தினால் பர்வதங்கள் மெழுகு போல முருகுமே. மோசனுடைய முகத்தை ஒருவரால் பிரகாசிக்க பண்ண முடியுமானால் நீ ஆராதிக்கிற அதே தேவனால் உன்னுடைய வாழ்க்கையும் பிரகாசத்துக்குள்ளாக மாற்ற முடியுமே. Come on, come on to the altar and surrender yourself in the hand of God. அபிஷேகமேற இங்கிடுதே. Oh, அபிஷேகமேற இங்கிடுதே.